പിന്നെയാണ് നീറ്റിൻ്റെ എക്സാം പേപ്പർ ലീക്ക് ആവുന്നത്. ജയ്പൂരിലുള്ള 2 പേർക്ക് ഈ പേപ്പർ കിട്ടുകയും അവരത് നേരെ കോപ്പി ചെയ്തിട്ട് മഹാരാഷ്ട്രയുടെ പ്രിന്റിംഗ് പ്രസ്സിലോട്ട് സെൻഡ് ചെയ്ത് കൊടുത്തു. ഈ സെയിം പ്രസ്സിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാൾ ആരും അറിയാതെ സീക്രട്ടായിട്ട് ഈ പേപ്പർ വീണ്ടും ജയ്പൂരിലുള്ള വേറെ 2 ആൾക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഈ പേപ്പർ പോകുന്ന ഹരിയാനയിലുള്ള ഒരു ഡോക്ടറിനായിരുന്നു ഇതിൻ്റെയൊക്കെ ഒരു മിഡിൽ മാൻ. ഇയാൾ നേരെ പൈസയ്ക്ക് വേണ്ടി രാജസ്ഥാനൊരു കൺസൾട്ടൻസി കമ്പനിക്ക് ഇയാളെ സെൻഡ് ചെയ്തു. പിന്നെ ഈ പേപ്പർ പോകുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കൂടെയാണ്. 30,000 തൊട്ട് 5 ലക്ഷം വരെയാണ് ഈ പേപ്പറിൻ്റെ കോസ്റ്റ്. എന്നാലും കുറേ സ്റ്റുഡൻസ് അത് വാങ്ങാനായിട്ട് തയ്യാറ്. നാഗ്പൂരിലുള്ള സ്റ്റുഡൻറ്റ് 28 ലക്ഷം കൊടുത്തിട്ടായിരുന്നു ഈ പേപ്പർ വാങ്ങിച്ചത്. അത് മാത്രമല്ല, ഇത് എല്ലാം സംഭവിക്കുന്നത് എക്സാമിൻ്റെ തലേന്ന് മെയ് 2-ാം തീയതി. ഈ പേപ്പർ എങ്ങനെ കേരളത്തിലെത്തിയെന്ന് വെച്ചാൽ, രാജസ്ഥാനിൽ കൺസൾട്ടൻസി കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ ഫ്രണ്ട് 30,000 രൂപയ്ക്ക് ഈ പേപ്പർ MBBS പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടി സെല്ല് ചെയ്തു. ഈ സ്റ്റുഡൻറ്റ് നേരെ ആ പേപ്പർ വാട്സപ്പിൽ കൂടെ ഈ സ്റ്റുഡൻറ്റ് അച്ഛന് ഫോർവേഡ് ചെയ്ത് കൊടുത്തു. ഈ അച്ഛൻ വർക്ക് ചെയ്യുന്ന ഒരു ഗേൾസ് PGയിലാണ്. ഈ അച്ഛൻ നേരെ ആ പേപ്പർ ആ ഗേൾസ് PGയിലുള്ള എല്ലാ സ്റ്റുഡൻസിനും സെല്ല് ചെയ്തു. പിന്നെ ഇത് എക്സാം എല്ലാം കഴിഞ്ഞിട്ട് ഒരു കോച്ചിങ് ടീച്ചറാണത് കണ്ടുപിടിക്കുന്നത്. വൈറൽ പേപ്പറും ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പറും വെച്ച് നോക്കിയപ്പോഴാണ് ഓൾമോസ്റ്റ് സെയിം ആയെന്ന് മാത്രമല്ല, ബയോളജിയിൽ ഒരു 90ഓളം ക്വസ്റ്റ്യൻസും കെമിസ്ട്രിയിൽ 45ഓളം ക്വസ്റ്റ്യൻസും എക്സാക്ട് സെയിം ആയിരുന്നു. പിന്നെ ഇതെല്ലാം അറിഞ്ഞ് സ്റ്റുഡൻസ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോയിരുന്നെങ്കിലും റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യുന്നതിന് ഇവരെ സ്റ്റുഡൻസിനെ എല്ലാം പുറത്താക്കുകയും ചെയ്തു. പിന്നെ ഇവർ മെയിൽ ചെയ്യുന്നത് NTA-ക്കാണ്. പിന്നെയാണ് ഇത് ഈ കാര്യങ്ങളെല്ലാം പുറത്തോട്ട് വരുന്നത്. സത്യം പറഞ്ഞാൽ 22 ലക്ഷം സ്റ്റുഡൻസിൻ്റെ ഒറ്റൊരു ഡ്രീമായിരുന്നു ഒറ്റ നിമിഷം കൊണ്ട് വെള്ളത്തിൽ പോയാണ് കാര്യങ്ങൾ. പൈസ കൊടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിച്ച് എല്ലാ സ്റ്റുഡൻസും ഡോക്ടേഴ്സ് ആവുകയും ചെയ്യും. പൈസ കൊടുക്കാതെ കഷ്ടപ്പെട്ട് പഠിച്ച സ്റ്റുഡൻസ് ഡോക്ടേഴ്സ് ആവാതിരിക്കുകയും ചെയ്യും.